പറഞ്ഞുപോയ മനുഷ്യർ അവരെയാണ് ഇന്ന് അവിടെ സംസ്കരിക്കുന്നത്. സർവ്വമത പ്രാർത്ഥനയോടുകൂടി സംസ്കരിക്കും. പക്ഷെ ആരാണ് അവർ എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അവരുടെ ഉറ്റവർക്ക് അത് അറിയേണ്ടതുണ്ട്. അവരുടെ ശരീരത്തിൽ നിന്ന് DNA സാമ്പിളുകൾ ശേഖരിച്ചതിനു ശേഷമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക, അല്ലേ? നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്നലെ 8 മൃതദേഹങ്ങളാണ് ഇവിടെ ഇതുപോലെ ഈ തിരിച്ചറിയാൻ കഴിയാത്ത 8 മൃതദേഹങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വരിയിൽ ഇങ്ങനെ നിരത്തി ഇന്നലെ സംസ്കരിച്ചത്. രാത്രി 11 മണിയോടെയായിരുന്നു ആ ചടങ്ങുകളൊക്കെ പൂർത്തിയായത്. സമാനമായ തരത്തിൽ 189 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 189 മൃതദേഹങ്ങളായിരിക്കും ഇന്ന് ഇവിടെ സംസ്കരിക്കുക പുത്തുമലയിൽ. സ്വാഭാവികമായി ഇതിൽ 31 മൃതദേഹങ്ങൾ മാത്രമേ പൂർണ്ണമായി, അതായത് ഒരു ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉള്ള നിലയിൽ 31 മൃതദേഹങ്ങൾ മാത്രമാണുള്ളത്. ബാക്കിയെല്ലാം ശരീരഭാഗങ്ങളാണ്. നമുക്കറിയാം അത് തിരിച്ചറിയാൻ ഒരു തരത്തിലും കഴിയാത്ത സ്ഥിതിയിലാണ് കണ്ടെടുത്തത്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെയൊരു ദാരുണമായ സംഭവം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഞങ്ങൾ അല്പസമയം മുമ്പ് ചൂരൽമലയിൽ ഈ ദുരന്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. അവിടെ ഉദ്യോഗസ്ഥർ, അവിടെ ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് അവിടെ നിന്ന് ഈ പുഴയിലൂടെ ചാലിയാറിലൂടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിലൂടെ ചാടി ഈ നിലമ്പൂരിലേക്ക് ചാലിയാറിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 38 കിലോമീറ്റർ ഈ മനുഷ്യ ശരീരം വലിയ പാറക്കെട്ടുകളിൽ ഇടിച്ച് ചെതറിപ്പോയ സാഹചര്യത്തിലാണ് പല ആളുകളുടെയും അവയവങ്ങളടക്കം പല ഭാഗങ്ങളിൽ കണ്ടെടുക്കുന്നത്. ഒരു തരത്തിലും അത് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ്. പക്ഷേ ഇത്രയും ദിവസം ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ വൈകിയത് അവരുടെ ബന്ധുക്കൾ ഏതെങ്കിലും തരത്തിൽ ഇത് ആരാണ് എന്ന് തിരിച്ചറിയുന്നതിന് സഹായകരമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ കൈമാറാൻ അവർക്ക് കഴിയുമോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയധികം ദിവസം അവർ കാത്തിരുന്നത്. പക്ഷേ 7 ദിവസം പിന്നിടുമ്പോഴും അതിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇനിയും ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ തന്നെ അവിടെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയൊരു വെല്ലുവിളിയായി ശ്രമകരമായി മാറുന്ന ഒരു ദൗത്യം ഉണ്ടാകും എന്നൊരു വിലയിരുത്തലാണ് ഇപ്പോഴും ബന്ധുക്കളെ തേടി അലയുന്ന അവരുടെ ഉറ്റവരുടെ ആളുകളുടെ എല്ലാം രക്തസാമ്പിളുകളും മറ്റ് സ്രവ സാമ്പിളുകളും എടുത്തതിന് ശേഷം ഈ 189 മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ കളക്ട് ചെയ്ത് അവ കൃത്യമായി ഇനി വെച്ച് താമസിപ്പിക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിൽ സംസ്കരിക്കുന്നതിനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനമായി കേരളത്തിൽ സമീപകാലത്തൊന്നും ഇങ്ങനെയൊരു മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന കബറിടം നമുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാകില്ല. കാരണം പള്ളിയിലെ സെമിത്തേരികൾ മറ്റുമാണ് കൂട്ടമായി ഇങ്ങനെ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ സമീപ സ്ഥലങ്ങളിൽ ഇങ്ങനെ കബറുകൾ ഒരുക്കുന്നത് പള്ളികളുടെയൊക്കെ മസ്ജിദുകളുടെയൊക്കെ കബറിടങ്ങളിലാണ്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായി ഒരേ സമയം ഇന്നലെ 38 കുഴികൾ ഇവിടെ എടുത്തിരുന്നു. അതിൽ 8 കബറുകളിൽ മൃതദേഹങ്ങൾ വെച്ചു. ബാക്കി ശേഷിക്കുന്ന 30 ഇടങ്ങൾ, അതിന് പിന്നിലായി 190 കുഴിമാടങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ പല ഭാഗങ്ങളിലായി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ 189 മൃതദേഹ ഭാഗങ്ങളും 190 കുഴികളിലായിട്ട് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അതിനു മുകളിൽ നേരത്തെ ആദ്യം സൂചിപ്പിച്ച പോലെ ഇനിയിവർ അറിയപ്പെടാൻ പോകുന്നത് ഒരു പേരുകളിലുമായിരിക്കില്ല, മറിച്ച് അതിനൊക്കെ അപ്പുറത്ത് ഇങ്ങനെ സ്ഥാപിച്ചിട്ടുള്ള ഈ സർവേ കല്ലുകൾക്ക് സമാനമായി ഇവിടെ കല്ലുകൾ വെച്ചിട്ടുണ്ട്. ആ കല്ലുകളിൽ ഓരോ നമ്പറുകൾ വെച്ചിട്ടുണ്ട്. ആ നമ്പറുകളുടെ പേരിലായിരിക്കും ഇനി ഈ ഖബറുകളിൽ ഉള്ള ആളുകൾ അറിയപ്പെടാൻ പോകുന്നത്. സ്വാഭാവികമായി ഇനി ഏതെങ്കിലും തരത്തിൽ തുടർന്ന് നടത്തുന്ന പരിശോധനകളിൽ ഈ സ്രവ സാമ്പിളുകൾ തമ്മിൽ യോജിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അന്ന് ഈ ആരുടെ ബന്ധുക്കളെയാണോ നഷ്ടമായിരിക്കുന്നത് അവരെ തിരിച്ചറിയാൻ ആണ് ഇത്തരത്തിൽ ഈ നമ്പറുകൾ, ഈ സർവേ കല്ലുകളിൽ ഇങ്ങനെ നമ്പറുകൾ വെച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അത് കൃത്യമായി മഷി കൊണ്ട് എഴുതിയിരിക്കുകയാണ്, മായ്ഞ്ഞു പോകാത്ത തരത്തിൽ. സ്വാഭാവികമായി ഇവിടെ ഇന്നെടുക്കുന്ന ഈ എല്ലാ കുഴികളിലും മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് ശേഷം ഈ 190 കുഴിമാടങ്ങളിലും സമാനമായ തരത്തിൽ ഈ കല്ലുകളിൽ നമ്പറുകൾ രേഖപ്പെടുത്തും. അതോടൊപ്പം അവരെ തിരിച്ചറിയാനുള്ള നമ്പറുകൾ മുഖേന തിരിച്ചറിയാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മഹസർ തയ്യാറാക്കിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരെയും പഞ്ചായത്ത് അധികൃതരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായി ഓരോ പഞ്ചായത്തുകളുടെയും പ്രതിനിധികൾ അടക്കം പഞ്ചായത്ത് ഓഫീസേഴ്സ് അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു ഈ ചടങ്ങുകൾ നടന്നത്. സ്വാഭാവികമായി ശ്രീധന്യ IAS ആണ്, വയനാട്ടുകാരി കൂടിയാണ്. സ്വാഭാവികമായി അവർ അനൗദ്യോഗികമായി നാട്ടുകാരി എന്ന നിലയിൽ ഇവിടുത്തെ ഈ ചടങ്ങുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി അല്പസമയം അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ മൃതദേഹങ്ങൾ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിളുകൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മേപ്പാടിയിൽ നിന്ന് ഇവിടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുക്കുമെന്നാണ് അല്പസമയം മുമ്പ് അവർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3:30 ശേഷമായിരിക്കാം മേപ്പാടിയിൽ നിന്ന് മൃതദേഹങ്ങൾ
10 ഈ ആംബുലൻസുകളിൽ വീതം, ആദ്യം 10, അതിനുശേഷം അങ്ങനെ 10 ആംബുലൻസുകളിൽ വീതമായിരിക്കും ഈ മൃതദേഹങ്ങൾ ഓരോ ഘട്ടമായി ഇവിടേക്ക് എത്തിക്കുക. അങ്ങനെ കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത കരളലിയിക്കുന്ന കണ്ണീരിറ്റു വീഴുന്ന ദയനീയമായ ഒരു കാഴ്ചയ്ക്ക് അല്പസമയത്തിനകം ഞാനിപ്പോൾ നിൽക്കുന്ന പുത്തുമലയിലെ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ സാക്ഷിയാകാൻ പോവുകയാണ്. തീർച്ചയായും ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രത്തോളം ദയനീയമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എത്രത്തോളം ഭീകരമായ കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കാണേണ്ടി വരുന്നത്. ഡാൻ, നമ്മൾ കഴിഞ്ഞ ദിവസവും, അതായത് ഇന്നലെ 8 മൃതദേഹങ്ങൾ ആ ഭൂമിയിൽ തന്നെ സംസ്കരിക്കുകയുണ്ടായി. ആ സംസ്കരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തിയിരുന്നു. അവരുടെ ഉറ്റവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തവർ, അല്ലെങ്കിൽ ലഭിച്ച മൃതദേഹങ്ങളിലൊന്നും അവരുടെ ഉറ്റവരെ കണ്ടെത്താൻ കഴിയാത്ത അനേകം ആളുകൾ അവിടേക്ക് എത്തി. അവരൊക്കെ നമ്മളോട് സംസാരിച്ച കാര്യം, ഒരുപക്ഷെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാണ് ആ കുഴിയിലേക്ക് പോകുന്നത്, ആ സംസ്കാര ചടങ്ങിൽ അവിടെ സംസ്കരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ലല്ലോ, ഇനി ആണെങ്കിലോ എന്ന് കരുതി എത്തുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരും അവിടെ എത്തിയില്ലെങ്കിൽ അവർക്ക് വിഷമമാവില്ലേ, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കേണ്ടേ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് അവർ വളരെ ദയനീയമായി പറഞ്ഞു. ഈ ഒരു അഡ്രസ്സ് പോലും, ഒരു അടയാളം പോലും ബാക്കി വെക്കാതെ മൺമറഞ്ഞു പോയ മനുഷ്യ ജീവിതങ്ങളെക്കാൾ ദുരിതമാണ് ഇത് കണ്ടു നിൽക്കേണ്ടി വരുന്ന, തങ്ങളുടെ ഉറ്റവരാണോ ഇത് എന്ന് പോലും അറിയാതെ അവിടെ എത്തി നിൽക്കേണ്ടി വരുന്ന മനുഷ്യരുടെ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സാഹചര്യവും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ അവിടേക്ക് എത്തുന്നില്ലേ ഡാൻ? മനസ്സ് കല്ലാക്കി മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ കഴിയുള്ളൂ, അങ്ങനെ വേണം ചുരുക്കി പറയാൻ. കാരണം അതാണ് സ്ഥിതി. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. ഇനിയും ഒരിക്കലും ഇങ്ങനൊരു കാഴ്ച കാണാൻ ഇടവരരുതേ എന്ന ഒരു ചിന്തയിൽ മാത്രമേ നമുക്കിവിടെ നിൽക്കാൻ കഴിയത്തുള്ളൂ. കാരണം അങ്ങനെയാണ് സാഹചര്യം. ഇന്നലെ ഈ 8 മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കുന്ന സമയത്ത് വലിയ തരത്തിൽ ദുർഗന്ധം വമിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പല മൃതദേഹങ്ങളിൽ. കാരണം ഇത്രയധികം ദിവസമായി ബോഡിയിൽ ഗ്യാസ് ഫോം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതൊന്നും വകവയ്ക്കാതെയാണ് ഈ സന്നദ്ധ പ്രവർത്തകർ ഈ PPE കിറ്റുകളൊക്കെ ധരിച്ചുകൊണ്ട് ഓരോ മൃതദേഹങ്ങൾ വീതം അവിടേക്ക് എത്തിക്കുകയും സർവ്വമത പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അതിനുശേഷം അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അടക്കം ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം ഈ മൃതദേഹങ്ങൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് എടുത്തുകൊണ്ടുവന്ന് സംസ്കരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ 8 മൃതദേഹങ്ങൾ സംസ്കരിക്കുമ്പോൾ അതായിരുന്നു കാഴ്ചയെങ്കിൽ 189 മൃതദേഹങ്ങൾ ഒരുമിച്ച് ഈ മണ്ണിലേക്ക് സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയാവണം, ആ സാഹചര്യം എങ്ങനെയായിരിക്കും, ആ സാധ്യതയെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അത്രമാത്രം ദയനീയമായൊരു കാഴ്ചയ്ക്ക് ഈ നാട് അല്പസമയത്തിനകം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കാലാവസ്ഥ പ്രതികൂലമായി മാറിയേക്കാമെന്നൊരു സൂചന ഉള്ളതുകൊണ്ട് വൈകാതെ തന്നെ മേപ്പാടിയിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് അത് എത്തിക്കാൻ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്ന് തന്നെ ഇത് പൂർത്തിയാക്കണമെന്നൊരു തീരുമാനത്തിലാണ് റവന്യൂ വകുപ്പ് ഒക്കെ ഉള്ളത്. കാരണം ഇനി അങ്ങോട്ട് വെച്ചുകൊണ്ടിരുന്നാൽ അത് വലിയ ഒരു തടസ്സമായി തീരും, അല്ലെങ്കിൽ വലിയൊരു വെല്ലുവിളിയായി മാറും. കാരണം അത്രമാത്രം ദുർഗന്ധം വമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഈ ശരീരഭാഗങ്ങൾ നീക്കുകയും പിന്നീട് അത് കിറ്റുകളിലാക്കി ഇവിടേക്ക് കൊണ്ടുവരികയുമൊക്കെ ചെയ്യുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് അടുത്ത് നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ദുർഗന്ധം വമിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നൽകാൻ കഴിയുന്ന പരമാവധി ആദരവ് നൽകിക്കൊണ്ട് ആരാണെന്ന് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആ മനുഷ്യദേഹങ്ങളുമായി അല്പസമയത്തിനകം ആംബുലൻസുകൾ ഇവിടേക്ക് എത്താൻ പോകുന്നത്. സ്വാഭാവികമായി ആദ്യം ആര്യ സൂചിപ്പിച്ച പോലെ തങ്ങളുടെ ഉറ്റവരെ ഇനിയും കണ്ടെത്താത്ത ഒരുപാട് പേർ ഇന്നലെയും ഇവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആരാണ് അവരുടെ ഒപ്പമുണ്ടായിരുന്ന, അല്ലെങ്കിൽ അവർ സ്നേഹിച്ച അവരുടെ ഉറ്റവർ ആരാണ്, പ്രിയപ്പെട്ടവർ ആരാണെന്ന് ഇപ്പോഴും തിരിച്ചറിയാൻ അവർക്കാർക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ എത്തി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് ആരാണ് തങ്ങൾക്ക് മുമ്പിൽ സംസ്കരിക്കപ്പെടാൻ പോകുന്നതെന്ന് ഒരു ധാരണയുമില്ലാതെ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തത്. സ്വാഭാവികമായി ഇന്ന് അതിനേക്കാൾ ദയനീയമായ കാഴ്ചകൾക്ക് ഈ നാട് സാക്ഷ്യം വഹിക്കും. കാരണം അത്രമാത്രം വാക്കുകൾക്ക് അതീതമായ ഒരു വേദന തങ്ങി നിൽക്കുകയാണ് മാനത്തും ഈ മണ്ണിലും. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ്. സ്വാഭാവികമായി ആ വേദനയ്ക്ക് നടുവിലേക്കാണ്, ആ മുറിവിന് നടുവിലേക്കാണ് പുത്തുമല ദുരന്തത്തിൻ്റെ ഓർമ്മകൾ പേറുന്ന ഈ സ്ഥലത്തേക്ക് അല്പസമയത്തിനകം 189 മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ കൂട്ടമായി പോലീസ് അകമ്പടിയോടെ ഇവിടേക്ക് എത്താൻ പോകുന്നത്. ആര്യ, ഡാൻ കുര്യനാണ് പുത്തുമലയിൽ നിന്ന് നമുക്കൊപ്പം വിവരങ്ങളുമായി പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ, ഇതുവരെ ആചരിച്ചു പോന്നിരുന്ന മതസംസ്കാര ചടങ്ങുകൾ, അല്ലെങ്കിൽ അവർ ആചരിച്ചു പോന്നിരുന്ന സംസ്കാരമൊക്കെ അപ്രസക്തമാകുന്ന നിമിഷമാണിത്. അവരാരായിരുന്നു എന്ന് പോലും അറിയിക്കാൻ കഴിയാതെ
അവർ വിടവാങ്ങുകയാണ് ആ ഭൂമിയിൽ. സർവമത പ്രാർത്ഥനയൊക്കെ തന്നെയും എല്ലാവർക്കും വേണ്ടി അവിടെ നടത്തുന്നുണ്ട്. ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സംസ്കാര ചടങ്ങ് നടക്കുമ്പോഴൊക്കെ മന്ത്രിമാരൊക്കെ അവിടേക്ക് എത്തുന്നതൊക്കെ കണ്ടിരുന്നു. ഇന്ന് ആരൊക്കെ ഏതൊക്കെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയും അവിടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ, സാഹചര്യമുണ്ടോ? എന്താണ് അവിടുത്തെ മറ്റ് ഔദ്യോഗിക ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ? സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇന്നും ഇവിടേക്ക് എത്തിയേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അവർക്ക് പുറമെ സർക്കാരിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ, ചീഫ് സെക്രട്ടറിയോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന ഉദ്യോഗസ്ഥർ, അതോടൊപ്പം റവന്യൂ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് തലത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ അവരൊക്കെ ഇവിടേക്ക് എത്തുന്നുണ്ട്. സ്വാഭാവികമായി ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി മഹസർ നടപടികൾ തയ്യാറാക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരും ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ദുരന്തം നടന്ന അല്ലെങ്കിൽ ഈ ദുരന്തത്തിൻ്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഈ പുത്തുമലയിലെ ഈ പൊതു സംസ്കാരം നടക്കുന്ന ഈ സ്ഥലത്ത് വ്യത്യസ്തമായി എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു വ്യത്യസ്തമായ മതസൗഹാർദ്ദത്തിൻ്റെ കൂടി വേദിയായി മാറുകയാണ് ഈ സ്ഥലം. കാരണം ആരാണ് എന്ന് പേരറിയാത്ത അല്ലെങ്കിൽ ആരെയാണ് സംസ്കരിക്കാൻ പോകുന്നത് എന്ന് അറിയാത്ത, ഒരു തരത്തിലുള്ള ധാരണകളുമില്ലാത്ത ആ മൃതദേഹങ്ങളോട് എല്ലാ തരത്തിലുള്ള ആദരവും കാണിച്ചുകൊണ്ട് ഇവിടെ നിലനിന്നിരുന്ന വിശ്വാസങ്ങളിൽ ഉൾപ്പെട്ട ആ വിശ്വാസ സമൂഹങ്ങളുടെ ഭാഗമായിട്ടുള്ള ആചാര്യന്മാരെത്തി അവരുടെ പ്രാർത്ഥനകൾ നടത്തിയതിന് ശേഷമാണ് ഓരോ മൃതദേഹങ്ങളും ഇവിടേക്ക് സംസ്കരിക്കുന്നതിന് വേണ്ടി ഇന്നലെയും എടുത്തത്. സമാനമായ കാഴ്ച. ശരി ഡാൻ, ഞാൻ ഡാനിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മേപ്പാടിയിൽ നിന്ന് ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അനീഷ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഈ പുത്തുമലയിലേക്ക് തിരിച്ചിട്ടുണ്ട് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. എപ്പോഴത്തേക്ക് പുത്തുമലയിലേക്ക് എത്തിച്ചേരും? ഞാൻ മേപ്പാടിയിൽ MSA ഓഡിറ്റോറിയം എന്ന സ്ഥലത്ത് അവിടെ ഒരു താൽക്കാലിക മോർച്ചറി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ മോർച്ചറിയിൽ നിന്നുള്ള 16 മൃതദേഹങ്ങൾ ഇപ്പോൾ അവിടെ നിന്നും പുത്തുമലയിലേക്ക് തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആദ്യം പോലീസിന്റെ അകമ്പടിയും തൊട്ടു പിന്നാലെ ആംബുലൻസുകളും അതിന് പിന്നാലെ റവന്യൂ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഉണ്ട്. അവർ ഇപ്പോൾ ഇവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മൊത്തം 85ഓളം സംസ്കരിച്ചെന്നാണ് നേരത്തെ അറിയിച്ചിരിക്കുന്നത്. ഇതിനനുസരിച്ച് ആദ്യം ഈ മോർച്ചറിയിൽ നിന്നാണ് മൃതദേഹങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. മേപ്പാടിയിൽ നിന്നടക്കമുള്ള മൃതശരീരങ്ങളും അല്പസമയത്തിനകം പുറപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറെ സങ്കീർണമായ നടപടിക്രമങ്ങളാണ് ഈ മൃതശരീരങ്ങൾ ഈ മോർച്ചറിയിൽ നിന്നും കൊണ്ടുപോകുന്നത്. അജ്ഞാത മൃതശരീരങ്ങൾ എന്ന പേരിലാണ് നിലവിൽ ഈ മൃതശരീരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബന്ധുക്കൾക്കാർക്കും ഈ ശരീരങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. പല വിധത്തിലുള്ള മാനദണ്ഡങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ട് എങ്കിലും പലവട്ടം ആളുകൾ വന്ന് കണ്ടിട്ടും അവർക്ക് തിരിച്ചറിയാൻ പറ്റാതെ വന്ന സാഹചര്യത്തിലാണ് ഇത് ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ എന്ന് പറയുന്നത്. ഇതിന്റെ DNA സാമ്പിളുകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. അവയും ഈ സംസ്കരിക്കുന്നതിനൊപ്പം ആ കുഴിയിൽ ഉള്ളടക്കം ചെയ്യും. പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ DNA സാമ്പിൾ പരിശോധിക്കാൻ പര്യാപ്തമായ വിധമാണ് ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വലിയ രംഗങ്ങളാണ് പലപ്പോഴും ഈ മോർച്ചറി ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. തങ്ങളുടെ ഉറ്റവരോ ഉടയവരോ ആണ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ആളുകൾ ഈ മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതിനായി എത്തുക. ചിലപ്പോൾ വിരലുകളിലെ നെയിൽ പോളിഷുകൾ അല്ലെങ്കിൽ നിരതെറ്റിയ പല്ല്, അങ്ങനെ പല പല അടയാളങ്ങൾ, മൈലാഞ്ചി വരച്ചിരിക്കുന്ന ഡിസൈൻ, ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾ നോക്കിയാണ് പലപ്പോഴും മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നത്. ഇന്നലെ ഒരു സ്ത്രീയുടെ മൃതശരീരം കൊണ്ടുവരുന്നു. ആ സ്ത്രീയുടെ ബന്ധുക്കൾക്ക്, അടുത്ത ബന്ധുക്കൾക്ക് പോലും ആ മൃതശരീരം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പക്ഷേ അയൽവാസിയായ ഈ മോർച്ചറിയിൽ തന്നെ ജോലി ഇപ്പോൾ ചെയ്യുന്ന ഒരു ജീവനക്കാരിയാണ് ആ സ്ത്രീയുടെ കമ്മലും മോതിരവും കണ്ട് ആ മൃതശരീരം തന്റെ അയൽവാസിയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഇത്തരത്തിൽ വൈകാരികമായ ഒട്ടേറെ രംഗങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ താൽക്കാലിക മോർച്ചറികൾ സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ ഇത്തരത്തിൽ ഈ മൃതശരീരങ്ങൾ ഇവിടെ കാത്തു സൂക്ഷിക്കുക എന്നത് വലിയൊരു ജോലിയായിരുന്നു. അതിന്റെ പിന്നാലെയാണ് നമുക്ക് കാണാം ചില വൈദികരൊക്കെ ഇവിടെ നിൽക്കുന്നത്. അച്ഛാ, വളരെ വൈകാരികമായൊരു രംഗങ്ങളാണ് അല്ലെ? അവിടെയാണ് സർവമത പ്രാർത്ഥനയൊക്കെ നടത്തിയാണ് ആളുകളെ യാത്ര. നിങ്ങൾ അവരെ യാത്ര അയക്കാൻ വന്നതാണ്? അതെ, തീർച്ചയായും അവരെ ആ ഒരു ബഹുമാനത്തോടെ ഈ ദേവാലയത്തിന്റെ മുൻപിലൂടെ ഒരിക്കലെങ്കിലും അവർ കടന്നുപോയിട്ടുണ്ടാവും.
ഒരിക്കലെങ്കിലും അവരുടെ പ്രാർത്ഥനയുണ്ടാവും. അന്നേരം അവരെയെല്ലാം ഈ ദേശത്തിന്റെ മക്കളെന്ന നിലയ്ക്ക് അവരെ ആ ഒരു ബഹുമാനത്തോടുകൂടി അയക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പ്രത്യേകിച്ച് അതൊരു വലിയ സങ്കടകരമായിരിക്കുന്ന ഒരു കാഴ്ച കാണേണ്ട വന്നതിന്റെ പ്രയാസവും ഞങ്ങൾക്കും ഉണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിച്ചവരാണ്. ഒരു സ്ഥലത്തേക്കാണ് ഇനിയും അടക്കാൻ പോകുന്നത്. എല്ലാ പ്രാർത്ഥനയും ചൊല്ലിയാണ് അവരെ യാത്ര അയക്കുന്നത്. എല്ലാവരും ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ മനുഷ്യരാണ് എല്ലാവരും. അതിൽ ഇനിയൊരു വ്യത്യാസമില്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരെയും ഓർക്കുക. അതേ ഞങ്ങൾക്കും ചെയ്യാനുള്ളൂ. ഒരു കാലത്തും ഞങ്ങളുടെ മുന്നിൽ കൂടി അച്ഛൻ പറഞ്ഞ പോലെ എന്നും ഈ വഴിക്ക് കടന്നു പോകുന്ന ആൾക്കാർ ഒരിക്കലെങ്കിലും കുരിശ് വരയ്ക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അവർ മനുഷ്യരാണ്. അവർക്ക് വേണ്ടി ഇനി നമ്മൾ ഇതുപോലൊരു പ്രയാസത്തിൽ പെടാതിരിക്കുക, ഇനി അവരെ കരുതുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളുടെ സഭയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവരെല്ലാരും കരുതുക എന്നുള്ളതാണ്, ചേർത്ത് പിടിക്കുക. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതെ, ഇവർ പറഞ്ഞതുപോലെ ഈ കുരിശടിക്ക് താഴെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ വൈദികരടക്കമുള്ളവർ നിൽക്കുന്നതും അവിടെയാണ്. ഈ വഴിയിലൂടെ എത്ര വട്ടം ഇവരിൽ പലരും കടന്നു പോയിരിക്കാം, എത്ര വട്ടം ഇവരിവിടെ നോക്കി കുരിശ് വരച്ചിരിക്കാം എന്നതൊക്കെയുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. എന്തായാലും അതൊക്കെ വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ്. ഈ വിഷയങ്ങൾക്കെല്ലാം ഈ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ ഉള്ളത്. അവർ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി മാത്രം, അവർക്കൊന്ന് യാത്ര അയപ്പിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തത്. എന്തായാലും ഇവിടെ നിന്നും മൃതശരീരങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. കൃത്യമായി ഗതാഗത നിയന്ത്രണം അടക്കം പോലീസ് കാര്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 16 ആംബുലൻസുകൾ വരിവരിയായാണ് ഇവിടെ നിന്നും പോയിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം അവിടേക്ക് എത്തിച്ചേരും. അനീഷ, ഒരു കാര്യം, അതായത് എല്ലാ മൃതദേഹങ്ങളും അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടോ? അനീഷിലേക്ക് സാർ പറഞ്ഞു ഞങ്ങളടുത്ത് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് നല്ല മഴയുണ്ട്, കാറ്റുണ്ട്, നിങ്ങൾ വേഗം വിട്ടോളി. അപ്പോ പുഞ്ചിരിമലന്ന് നല്ലൊരു വെള്ളം, ഒരു കളർ പോലത്തെ വെള്ളം ഒയ്യുന്നു. അപ്പൊ ഞങ്ങള് വേഗം ഇങ്ങോട്ട് പോന്നതാ. രക്ഷപ്പെട്ടു, അത്രേ ഉള്ളൂ. അപ്പൊ ഇപ്പോ ഒരു അമ്മ തല കറങ്ങി വീണു പോയി. ഒരു ആംബുലൻസ് വണ്ടിയിൽ കൊണ്ടുപോയിക്കണ്. അതെവിടെ കൊണ്ടുപോയതെന്ന് എനിക്ക് അറിയില്ല. അതാ ഞാൻ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നത്. ഞങ്ങള് പിന്നെ ബാങ്കിൽ വന്നതാ. അപ്പൊ ബാങ്കിൽ വന്നപ്പോ പൈസ കേറില്ല. അവരാണ് പറയുകയാണ്, അവര് പുത്തുമല ഭാഗത്തൊക്കെ, അപ്പുറത്ത് ചൂരൽമല ഭാഗത്തൊക്കെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്നവരാണ്. മഴ മുന്നറിയിപ്പ് ലഭിച്ചതുകൊണ്ട് നേരത്തെ വന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അങ്ങേയറ്റം സങ്കടപ്പെട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ സംസാരിച്ചത്. മൃതശരീരങ്ങൾ എല്ലാം ഒന്നൊന്നായി ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുന്നു. 16 മൃതശരീരങ്ങളാണ് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഇനി മേപ്പാടി ആശുപത്രിയിലെ മൃതശരീരങ്ങൾ കൂടി അല്പസമയത്തിനകം പുറപ്പെടും. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. എന്തായാലും 16 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് പുത്തുമലയിലേക്ക്. ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുള്ളത്. പുത്തുമലയിൽ നിന്ന് ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ ഡാനിലേക്ക് കൂടി ഒന്ന് പോവുകയാണ്. ഡാൻ, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ വലിയ സ്വപ്നങ്ങളുമായി ജീവിച്ച ഒരു ജനത ഒറ്റ രാത്രി കൊണ്ട് പേര് പോലും നഷ്ടമായി തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളായി മാറേണ്ടി വന്ന ഒരവസ്ഥ. നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യരെ ഇത്തരത്തിൽ സംസ്കരിക്കേണ്ടി വരുന്ന ഒരു കാഴ്ചയ്ക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് പോലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. അല്പസമയത്തിനകം ആ ഒരു ചടങ്ങുകൾക്ക് കൂടി നമ്മൾ, ഹൃദയഭേദകമായ ചടങ്ങുകൾക്ക് സാക്ഷിയാകേണ്ടി വന്നിരിക്കുകയാണ്. ആര്യ, നമ്മുടെ സമസൃഷ്ടങ്ങളാണ്, നമ്മുടെ സഹജീവികളാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ വലിയൊരു ദുരന്തം നേരിട്ടത് കോവിഡ് മഹാമാരിയുടെ കാലത്തായിരുന്നു. അപ്പോഴും കൂട്ടമായി മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വേദനയോടെ അത് നോക്കി നിന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നിപ്പ നമുക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യത്തിലും ഇങ്ങനെയൊന്നിനെക്കുറിച്ച് നമ്മളാരും സങ്കല്പത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്കറിയാം, 2019 ഇവിടെ നിന്ന് അല്പം മാറി 2 കിലോമീറ്റർ അപ്പുറത്ത് പുത്തുമലയിൽ ഇതുപോലെ ഉരുൾപൊട്ടിയത്. അന്ന് 17 പേരെയാണ് ഉരുൾ കവർന്നത്. അതിൽ 5 പേരെ ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല. അവർ മണ്ണിനടിയിലാണ്. അതിന് തൊട്ടടുത്ത് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ചൂരൽമലയിൽ 30-ാം തീയതി പുലർച്ചയ്ക്ക് ഇങ്ങനെയൊരു അപകടമുണ്ടാകുമ്പോൾ അത് കേരളത്തിന് ഒരു കറുത്ത ദിനമായി മാറുകയായിരുന്നു.
നമുക്ക് ഒരിക്കലും ഓർമ്മിക്കാൻ കഴിയാത്തത്ര വേദന സമ്മാനിച്ച, ഞെട്ടൽ സമ്മാനിച്ച ഒരു ദിനം. ആ ദിനം വീണ്ടും നമ്മളെ ഓർത്തെടുക്കാൻ നിർബന്ധിതരാക്കിക്കൊണ്ടാണ് ആ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ 189 പേരുടെ മൃതദേഹങ്ങൾ ഇവിടെ കൂട്ടമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദയനീയമായ കാഴ്ചയ്ക്ക്, നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത വേദന ഉളവാക്കുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മളൊക്കെ ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പക്ഷേ യാഥാർത്ഥ്യമായി നമുക്ക് പൊരുത്തപ്പെട്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അവർ നമ്മുടെ സമശിഷ്ടങ്ങളാണ്. അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരവ് നൽകിക്കൊണ്ട് ഈ നാട് അവരുടെ എല്ലാ സ്നേഹവും അവർക്ക് മുമ്പിൽ അവസാനമായി കാഴ്ചവെച്ചുകൊണ്ട് അവരെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ്. ഇവിടെ ജാതിമത വ്യത്യാസങ്ങളൊന്നുമില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ നാടൊന്നാകെ ഒഴുകിയെത്തുകയാണ്. വൈദികരുടെ നേതൃത്വത്തിൽ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നിന്ന് വൈദികരുടെ ഒരു സംഘം ഇവിടേക്ക് മുകളിലേക്ക് എത്തുകയാണ്. അവരായിരിക്കും ഈ സർവ്വമത പ്രാർത്ഥനയിൽ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുക. അതിനുശേഷമായിരിക്കും ചൂരൽമലയിൽ നിന്നുള്ള ശിവക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ, ആചാര്യന്മാർ അടക്കമുള്ളവർ ഈ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. അതിന് പിന്നാലെയാവും ഇവിടുത്തെ ഇമാം അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുക. സ്വാഭാവികമായി അത്തരത്തിലുള്ള ഒരു ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വേദന ഉളവാക്കുന്ന ഒരു കാഴ്ചയ്ക്ക് അല്പസമയത്തിനകം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് പുത്തുമലയിൽ. ആര്യ, തീർച്ചയായും ഡാൻ കുര്യനാണ് പുത്തുമലയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. മേപ്പാടിയിൽ നിന്ന് 16 ആംബുലൻസുകളിലായി മൃതദേഹങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അവരെ ഇവിടേക്ക് എത്തിച്ച് ഈ സജ്ജീകരിച്ചിരിക്കുന്ന ഹാളിൽ, ഈ ഒരു ഷെഡിനുള്ളിലായിരിക്കാം ആദ്യം കിടത്തുക. അതിനുശേഷമായിരിക്കാം സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ കടക്കുന്നത്. ആദ്യഘട്ടമായി സർവ്വമത പ്രാർത്ഥന അവിടെ നടക്കും. അതിനു വേണ്ടിയിട്ടുള്ള വൈദികരും ഒക്കെ അവിടേക്ക് എത്തുന്നതിൻ്റെ കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. ഡാൻ, അല്പസമയം മുമ്പ് നമ്മൾ മേപ്പാടിയിലേക്ക് പോയി വരുന്ന നേരത്ത് കുറേ ആളുകൾ ഇവിടേക്ക് അധികമായി എത്തുന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ജനപ്രതിനിധികളടക്കം നിരവധി ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും ആര്യ, ഇവിടേക്ക് വൈദികരും ഇമാമുമാരും അടക്കം എത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ ഇടവക വികാരിയാണ്. കഴിഞ്ഞ ദിവസം ഈ ദേവാലയത്തിലെ 9 പേരെയാണ് ഉരുൾ കവർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് കൂടുതൽ വൈദികർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ദേവാലയങ്ങളിൽ തന്നെയാണ് അവർ മാനന്തവാടിയിൽ നിന്ന് വന്നിട്ടുള്ള അച്ഛന്മാരാണ്. ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റാണ്ടിരുന്നത്. ഇന്ന് പകലായതുകൊണ്ട് അവർ മാനന്തവാടിയിൽ നിന്നൊക്കെ ദ്വാരകയിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അച്ഛന്മാരുണ്ട്. എത്ര പേരാണ് ഈ ദേവാലയത്തിൽ, നിങ്ങളുടെ കണക്കുകൾ പ്രകാരം എത്ര പേരെയാണ് ആ ഇടവകയിൽ നിന്ന് നഷ്ടമായിരിക്കുന്നതെന്നാണ്? നമുക്ക് 9 പേരാണ് നഷ്ടപ്പെട്ടത്. അതിൽ 7 പേരുടെ ബോഡി നമ്മൾ തിരിച്ചറിഞ്ഞ് അടക്കം ചെയ്തു. പള്ളിയിൽ തന്നെ അടക്കി. ഇനി നമുക്ക് 2 പേരും കൂടിയാണ് തിരിച്ചറിയാനുള്ളത്. അവരെ സംബന്ധിച്ച സൂചനകളൊന്നുമില്ല ഇതുവരെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അവര് പുരുഷന്മാരായിരുന്നോ സ്ത്രീകൾ? ഒരു പുരുഷനും ഒരു സ്ത്രീയും. അവര് ഒരേ കുടുംബം തന്നെയാണ്. പ്രത്യേകമായ എന്തെങ്കിലും പ്രാർത്ഥനകൾ ദേവാലയത്തിൽ നടക്കുന്നുണ്ടോ ഈ സംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ച്? ദിവസങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം നടന്നവരുടെ അനുസരിച്ച് അവരുടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. ഈ ദിവസങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയും മറ്റു പ്രാർത്ഥന നടക്കുന്നുണ്ട്. ഈ നീതുവിന്റെ കാഴ്ച വളരെ ദയനീയമായ ഒരു കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം കേരളം സാക്ഷിയാകേണ്ടി വന്നത്. നീതുവായിരുന്നു ഇങ്ങനെ ഒരു ദുരന്തത്തിന്റെ വാർത്ത പുറം ലോകത്തെ അറിയിച്ചത്. നീതുവിനെയും കഴിഞ്ഞ ദിവസം സംസ്കരിക്കുന്ന സാഹചര്യം, ആ കുടുംബത്തിന്റെ ഒരു സാഹചര്യം എന്താണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വിഷമത്തിന്റെ ഒരു സാഹചര്യം തന്നെയാണ് അത് ഉളവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും എല്ലാവരും ആ വിഷമത്തിലൂടെ, ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു. എന്തായാലും ക്രൈസ്തവ പുരോഹിതന്മാർ, അതോടൊപ്പം തന്നെയാണ് ഇമാമുമാർ, അതോടൊപ്പം തന്നെ ഈ ശിവക്ഷേത്രത്തിന്റെ പ്രതിനിധികൾ, അവരടക്കം ഈ സർവ്വമത പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ ഇവിടുത്തെ ഇപ്പോൾ ഈ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളുകളിലായിരിക്കും ഈ പൂർണ്ണമായി കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുഴുവൻ ശരീരഭാഗങ്ങളുമുള്ള മൃതദേഹങ്ങൾ ഒരുമിച്ചായി ഇവിടേക്ക് എത്തിക്കുക. സ്വാഭാവികമായി അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പോലീസിന്റെ അടക്കം അകമ്പടിയോടെയാണ്, കൃത്യമായ സുരക്ഷാ സന്നാഹങ്ങളോടെ തന്നെയാണ് ഇവിടേക്ക് ഈ മൃതദേഹങ്ങളൊക്കെ എത്തിക്കുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR രാജത് കുമാറിന്റെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു. എങ്ങനെയാണ് എല്ലാ മൃതദേഹങ്ങളും ഒരുമിച്ച് തന്നെ എത്തിക്കാനുള്ള ഒരു നീക്കമാണോ നടക്കുന്നത്? അല്ല, ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് 16 ബോഡി വരുന്നത് പാർട്ടായിട്ട് ഒരു ടീമായിട്ട് ബോഡി പറ്റാൻ നോക്കുന്നത്. അപ്പൊ എത്ര സമയം കൊണ്ട് നമുക്കിത് അങ്ങനെ ഒരു ഏകദേശം ഒരു അങ്ങനെ ഒരു ടൈം ഇതില്ല. ഏതാണ്ട് 30ഓളം ഫുൾ ബോഡിയും പിന്നെ ഏതാണ്ട് 100ൽ പരം ബോഡി പാർട്സും ഉണ്ട്.
ഡിസ്ട്രിക്ട് കശ്മീർ പറയുന്നത് ഓരോ ബോഡി പാർട്ടും ഓരോ ബോഡിയായിട്ട് തന്നെ ക്രിമേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അങ്ങനെ മുഴുവനും ഇന്ന് തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി ഇന്ന് മൊത്തം സംസ്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ ഓരോ മൃതദേഹ ഭാഗങ്ങളെയും ഓരോ മൃതദേഹങ്ങളായി തന്നെ കണ്ടുകൊണ്ട് ഓരോ കുഴിമാടങ്ങളിൽ തന്നെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. സ്വാഭാവികമായി അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. 31 മൃതദേഹങ്ങൾ, അതായത് മുഴുവൻ ശരീരഭാഗങ്ങളും കണ്ടെത്തിയ 31 മൃതദേഹങ്ങൾ, അതോടൊപ്പം